السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. الصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വേദിയിലുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാന്യരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഉംറയും ഹജ്ജും നിർവഹിച്ച് സുരക്ഷിതമായി തിരിച്ചു വരാൻ നിങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഹജ്ജിനെയും അതിൻ്റെ ചൈതന്യത്തെയും സംബന്ധിച്ച കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതിനകം വന്നു. ഹജ്ജ് കർമ്മത്തിൻ്റെ സ്വഭാവത്തെ, അത് നിർവഹിക്കുന്നതിൻ്റെ രീതിയെ സംബന്ധിച്ച സ്വതന്ത്രമായ ഒരു അവതരണം വരാനിരിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു സത്യവിശ്വാസിയെ ഹജ്ജ് എങ്ങനെ മാറ്റിപ്പണിയും എന്നതിനെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ഈ സംസാരത്തിലൂടെ നിങ്ങളുമായി പങ്കുവെക്കണം എന്നുദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഒരാൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചാൽ ഇതുപോലെ നടക്കുന്ന ഹജ്ജ് ക്യാമ്പുകളിൽ, ക്ലാസ്സുകളിലൊക്കെ പോയി പങ്കെടുക്കും. ഹജ്ജ് പോലെയുള്ള ഒരു കർമ്മമായതുകൊണ്ട് അതിൻ്റെ കർമ്മശാസ്ത്ര തലങ്ങളിലൊക്കെ ചില്ലറ അവതരണങ്ങളിൽ ചില്ലറ ഏറ്റ വ്യത്യാസങ്ങളുണ്ടാവും. ആ ഉസ്താദ് അങ്ങനെയാണ് പറഞ്ഞത്, ഈ മൗലവി ഇങ്ങനെയാണ് പറയുന്നത്, ഇതിനിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അത് ചെയ്യുക, അങ്ങനെ അത് പോരാഞ്ഞിട്ട് പിന്നെ ഏടുകൾ, പ്രത്യേകിച്ച് സഹോദരിമാരാകുമ്പോൾ അവരുടെ അടുത്ത് കുറച്ച് കൂടുതൽ ഏടുകൾ ഉണ്ടാവും. സാമാന്യം കട്ടിയുള്ള ഏടുണ്ടാവും, കുറച്ച് കട്ടി കുറഞ്ഞ ഏടുണ്ടാവും. ഒരു ഏട് വായിക്കുമ്പോൾ അവർക്ക് തോന്നും മറ്റേ ഏടാണ് നല്ലത്. അത് നോക്കുമ്പോൾ തോന്നും നേരത്തെ നോക്കിയതാണ് ഇതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു കാഴ്ചപ്പാടും നിലപാടും കൃത്യതയും വ്യക്തതയും ഇല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾക്ക് പഴുതുള്ള കുറേ തലങ്ങൾ ഏത് കാര്യത്തിലുമുണ്ട്. അതുപോലെ ഹജ്ജ് സംബന്ധിച്ച കാര്യങ്ങളിലുമുണ്ട്. ഞാൻ ഒന്നാമത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം,
ഹജ്ജ് കർമ്മത്തിന് സവിശേഷമായ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഒരു സമയത്ത്, ആ പ്രാർത്ഥന ആ സമയത്ത് ഓർമ്മ വരികയും ചൊല്ലുകയും ചെയ്തില്ലെങ്കിൽ ആ കർമ്മം ബാത്തിലാവും, നഷ്ടപ്പെട്ടു പോവും. ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഹജ്ജിനില്ല. പൊതുവെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ നമസ്കരിക്കുമ്പോൾ മിനിമം ഫാത്തിഹ ഓതണം. ഇത് ജമാഅത്ത് ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുമ്പോൾ മൗമൂമ ഫാത്തിഹ ഓതണം, അത് വേറെ ചർച്ചയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു ആളുടെ നമസ്കാരം സഹിയാകണമെങ്കിൽ ഫാത്തിഹ ഓതണം. ഇതേമാതിരി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ദുആ, അത് അവിടെ അപ്പോൾ ഓർമ്മ വന്നില്ലെങ്കിൽ ആ കർമ്മത്തിൽ നിന്ന് മുന്നോട്ട് പോകാനും വയ്യ, പിറകോട്ട് പോകാനും വയ്യ, കർമ്മം പൂർത്തിയാകൂല. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഹജ്ജിനില്ല. അതേസമയം അപ്പോൾ നിർബന്ധമായും ചൊല്ലേണ്ടുന്ന, മനഃപ്പാഠമാക്കി ചൊല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥനയും ഹജ്ജുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടില്ല. അതേസമയം ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ ഐച്ഛികമായ സുന്നത്തായ പ്രാർത്ഥനകളാണ്. നമ്മുടെ കൂട്ടത്തിൽ അധികം പ്രായമായിട്ടില്ലാത്ത ആളുകൾ കുറച്ച് പ്രാർത്ഥനകളൊക്കെ മനഃപ്പാഠമാക്കുന്നത് നല്ലതാണ്. മനഃപ്പാഠമാക്കാൻ ഇപ്പം തന്നെ തീരുമാനിച്ചാൽ ഈ നല്ല എന്തെങ്കിലും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ ഇത് കുറേശ്ശെ അങ്ങനെ പറഞ്ഞ് പഠിക്കാം. നോക്കി കാണാതെ പഠിച്ച് പറയാൻ പറ്റാത്തവർക്ക് നോക്കി പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലാത്തത് കൊണ്ട് ഈ കർമ്മം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ബേജാറാകേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ പോയിന്റ്. പിന്നെ ദുൽഹജ്ജ് 8 മിനയിൽ നിൽക്കണം. ദുൽഹജ്ജ് 9 ഉച്ച മുതൽ അറഫയിൽ ഉണ്ടാവണം. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ദുൽഹജ്ജ് 9 അറഫയിൽ നിന്ന് മുസ്തലിഫയിൽ പോയി രാപ്പാർക്കണം. അങ്ങനെ ദുൽഹജ്ജ് 10 രാവിലെ നമ്മൾ മിനയിൽ ജംറത്തുൽ അഖബയിൽ എറിയണം. എന്നിട്ട് ദുൽഹജ്ജ് 10 തന്നെ നമ്മൾ മക്കയിൽ പോയി 7 തവാഫും 7 സഅയും നിർവഹിച്ച് മിനയിൽ തന്നെ എത്തണം. ഇതാണ് ഇപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞത്. പിന്നെ 3 ദിവസം 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ മിനയിൽ തങ്ങണം. ഇതിലേതെങ്കിലും കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോകും എന്ന് ബേജാറാവേണ്ട കാര്യവുമില്ല. എന്തുകൊണ്ട്? ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ചെയ്യുന്ന കാര്യമാണ്. അള്ളാഹ് തന്നെ പറഞ്ഞതുപോലെ സുമ്മ ഹഫീളു മിൻ ഹൈസു ഹഫളന്നാസ്, ജനം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നിങ്ങളും ഒഴുകിക്കോ. ഒന്ന് നിർവഹിച്ചാൽ, ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക്. സ്വാഭാവികമാണത്. ആദ്യം ഞാൻ പറഞ്ഞത് ഇന്ന ദുആ കിട്ടാത്തത് കൊണ്ട് ആകെ ഇടങ്ങാറാവുമല്ലോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമല്ലോ, അങ്ങനെ ഒരു പ്രശ്നമില്ല. രണ്ടാമത്, ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ചെയ്യുന്ന ഒരു കർമ്മത്തിൽ ഞാൻ അവിടെ എത്തൂല്ല, അല്ലെങ്കിൽ അതറിയാതെ പിന്നെ ഹജ്ജ് മറ്റേ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോകുന്ന ആളുകൾ അവരെ നാട്ടുവർത്താനം കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് നാട്ടുവർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ദുൽഹജ്ജ് 8, 9, 10 ഒക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. അത് വേറെ വർത്താനാണ്. അതിന് ആരും ഉത്തരവാദിയല്ല. അപ്പം അത്രയ്ക്കൊരു കാരണം അതിനിങ്ങനെ പിന്നാലെ കൂടാൻ അമീറൊന്നും ഉണ്ടാവില്ല. ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, അയാൾ ഒരു വക. ഞാൻ ഹജ്ജ് കമ്മിറ്റി മെമ്പറും കൂടി ആയിരുന്നു മുമ്പ്. അപ്പം എനിക്കിതിൻ്റെ കുറച്ച് പിന്നാമ്പുറങ്ങൾ അറിയാം. അത് വേറെ വർത്താനാണ്. അപ്പം ഞാൻ പറയുന്നത്, സാധാരണഗതിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ചെയ്യുന്ന ഒരു കർമ്മം എന്ന നിലക്ക് നമ്മൾ അവിടെ എത്തിയില്ല, ഇവിടെ എത്തിയില്ല, അതറിഞ്ഞില്ല, ഇതറിഞ്ഞില്ല എന്ന സ്ഥിതി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഹജ്ജിന് പോകുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ, ബേജാറാവേണ്ടതുണ്ടെങ്കിൽ, അത് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ കർമ്മം നമുക്ക് നിശ്ചയിച്ചു തന്നത് എന്തിനാണ്? അങ്ങനെ ഇത് നിർവഹിച്ചിട്ട് ഞാൻ ആ ലക്ഷ്യം നേടിയോ? ഈ ഒരൊറ്റ കാര്യത്തിലേ ബേജാറാവേണ്ടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റ് വിഷയങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹജ്ജ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള കർമ്മങ്ങളുടെ പേരാണ്. ഏതാണ്ട് അതിൻ്റെ അതിൻ്റെ രൂപങ്ങളൊക്കെ ഖുർആൻ തന്നെ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ല എൻ്റെ വിഷയം. അപ്പൊ ഈ ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള ഈ കർമ്മങ്ങളെ പറ്റി അല്ലാഹ് എന്താ പറഞ്ഞത് ഖുർആനിൽ? അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട കുറച്ച് മാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
ഈ 5-6 ദിവസത്തെ കർമ്മങ്ങളുടെ നിർവഹണം എന്ന കാര്യത്തിന് വേണ്ടി ശാരീരികവും മാനസികവും സാമ്പത്തികവും മറ്റുമായി നേരത്തെ MI അബ്ദുൽ അസീസ് സാഹിബ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരുക്കത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമീർ സാഹിബ് കാളികാവിന്റെ അവതരണത്തിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും. ഞാൻ പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സജ്ജമാകുമ്പോൾ നമ്മളെ മാറ്റിപ്പണിയുക എന്ന് പറയുന്ന ഒരു പണി ഇതിലൂടെ നടക്കണം. ആ ഇനത്തിലാണ് ചില കാര്യങ്ങൾ അധികം വിശദീകരിക്കാതെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരാധനാ കർമ്മങ്ങളിൽ 5-ാമത്തേതാണ് ഹജ്ജ്. ഈ ഖുർആന്റെയും ഹദീസിന്റെയും ശൈലി ഇങ്ങനെ നമ്പർ ഇട്ട് പറയുന്ന രീതിയല്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പിൻകാലത്ത് ഇതിനെയൊക്കെ നമ്പറിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈമാൻ കാര്യങ്ങൾ 6-ഉം ഇസ്ലാം കാര്യങ്ങൾ 5-ഉം എന്നൊക്കെ നമ്മൾ പഠിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിലെ ഉള്ളടക്കത്തിലെ വിഷയമാണ് പ്രധാനം, അതിൻ്റെ നമ്പറുകളല്ല. അപ്പോൾ അതിൽ ഈ നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്ന ഒരു ആദ്യത്തെ വിഷയം, ഈ 4 കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ 4 കർമ്മങ്ങളും അള്ളാഹു നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞത് ഈ 4 കർമ്മങ്ങൾ അനിവാര്യമായും നമ്മൾ നിർവഹിച്ചിരിക്കണം ജീവിതത്തിൽ എന്നത് മാത്രമാണോ അതിൻ്റെ ഉദ്ദേശ്യം? അതാണ് ഉദ്ദേശമെങ്കിൽ ഒരു ദിവസം മൊത്തം ഒരു ഈ സുബഹി മുതൽ ഇശ വരെ നമസ്കരിക്കാൻ എത്ര മിനിറ്റ് വേണം ഒരു ദിവസം? ഒരു മിതമായ നിസ്കാരമാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾ, ഒരാൾ കയ്യെട്ടിയിട്ട് ഭയങ്കര സ്പീഡാണ്, റുക്കു, സുജൂദ്, എഴുത്തിദാൽ, ഖിയാമ്, അങ്ങനെ. അപ്പോൾ മറ്റേ ആൾ ചോദിച്ചു, അല്ല ഇതൊരു വല്ലാത്ത നിസ്കാരം തന്നെ. അയാൾക്ക് 10-40 കൊല്ലത്തെ പ്രാക്ടീസ് ഉണ്ടല്ലോ, ഇതൊന്നും തന്നെ തുടങ്ങിയ കാര്യമല്ല. അപ്പൊ ചെയ്ത് പ്രാക്ടീസ് കൂടിയതാണ്. അപ്പോൾ അത്ര സ്പീഡുള്ള നമസ്കാരമല്ലേ ഞാൻ പറഞ്ഞത്. ലേശമൊക്കെ അടക്ക ഒതുക്കത്തോടു കൂടിയുള്ള ഒരു നമസ്കാരം നിർവഹിക്കാൻ എത്ര മിനിറ്റാണ് ഒരു ദിവസം മൊത്തം നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമസ്കാരത്തിന്റെ ഇനത്തിൽ അത്ര മിനിറ്റ് അള്ളാഹ്ക്ക് കൊടുത്താൽ കഴിച്ച് ബാക്കി മിനിറ്റൊക്കെ നമുക്കുള്ളതാണോ? വർഷത്തിൽ പിന്നെ സാമ്പത്തിക ശേഷിയുള്ളവർക്കാണ് നിസാബ് എത്തുകയും ആ നിസാബ് അനുസരിച്ച് സക്കാത്ത് കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇല്ലാത്തവൻ അത് ബാധകമല്ല. അതുകൊണ്ട് സക്കാത്ത് എല്ലാ ആളുകളെയും ബാധിക്കുന്ന വിഷയമല്ല എന്ന് കരുതാം. പിന്നെ നോമ്പ് വർഷത്തിൽ ഒരിക്കൽ ഒരു 30 ദിവസമോ 29 ദിവസമോ ആണ്. ഹജ്ജ് ഈ പറഞ്ഞ മാതിരി ജീവിതത്തിൽ ഒരിക്കലേ നിർബന്ധമുള്ളൂ. പലവട്ടം പോയി അവിടെ തിരക്കുണ്ടാക്കേണ്ടതില്ല എന്നതാണ് അതിൻ്റെ ഒരു സ്പിരിറ്റ്. നിർബന്ധ ബാധ്യത എന്ന നിലക്ക് ഒരു വട്ടമേ നിർവഹിക്കേണ്ടതുള്ളൂ. ഇരിക്കട്ടെ, അപ്പൊ ഈ 4 കർമ്മങ്ങളും നിർവഹിക്കാൻ നമ്മൾ വിനിയോഗിക്കുന്ന ഈ സമയം, ഇങ്ങനെ കുറച്ച് സമയം അള്ളാഹ്ക്ക് കൊടുക്കണം. അള്ളാഹ് ഇത്രയും സമയം നിങ്ങൾക്ക് തന്നല്ലോ, ഒരു 10 ബോധം വന്ന നിമിഷം മുതൽ റൂഹ് പിരിയും സമയം വരെ റബ്ബ് നമുക്ക് കുറേ സമയം തന്നല്ലോ. കുറേ സമയം തന്ന സ്ഥിതിക്ക് നമ്മുടെ സമയത്തിൽ നിന്നൊരു ലേശം, ഒരു ഇത്തിരി റബ്ബിന് തന്നെ തിരിച്ചു കൊടുക്കാം നമ്മുടെ വകയായിട്ട്. അതാണ് നമസ്കാരത്തിൽ ഏർപ്പെടുന്ന സമയം, നോമ്പിൽ ഏർപ്പെടുന്ന സമയം, സക്കാത്ത് വിനിയോഗിക്കുന്ന സമയം, അല്ലെങ്കിൽ ഹജ്ജിൽ ഏർപ്പെടുന്ന സമയം. കഴിച്ച് ബാക്കി സമയം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വിനിയോഗിക്കാനുള്ളതാണ്. ഇങ്ങനെയാണോ? ഇങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതെങ്കിൽ ഇസ്ലാമിന്റെ യാതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ രാവിലെ ഇത്ര സമയം മുതൽ ഈ ചൂടത്ത്, ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഈ നോമ്പ് അത്യാവശ്യം നല്ല ചൂടിലാണ്. അപ്പൊ ഇത്രയും കഠോരമായ ചൂടത്ത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണം, വിചാരങ്ങളെ നിയന്ത്രിക്കണം എന്ന് റബ്ബ് പറഞ്ഞിരിക്കണം. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും, നിങ്ങളിൽ ആർ ഈ മാസത്തിന് സാക്ഷിയാണോ അവർ നോമ്പെടുക്കട്ടെ. അള്ളാന്റെ ഒരു ഓർഡറാണ്. ആ ഓർഡറിനോട് നമ്മൾ എന്ത് നിലപാടാ സ്വീകരിച്ചത്? ആരാ നീ ഇങ്ങനെ പറയാൻ? ഇത്രയും ഈ കഠിന ചൂടിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, അല്ലെങ്കിൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അന്നപാനീയങ്ങളും മറ്റും ഉപേക്ഷിച്ച് ഇങ്ങനെ നിൽക്കണം എന്ന് പറയാൻ താൻ ആരടോ എന്നതാണോ നമ്മുടെ പ്രതികരണം? അല്ല. പിന്നെയോ, സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു.
നമസ്കാരത്തിന്റെ വിവിധ സമയങ്ങളിൽ അള്ളാഹ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഗേറ്റ് അടച്ചിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ വാഹനമായിട്ട് ഇങ്ങനെ ചെന്നിട്ട് ഗേറ്റിങ് ചെന്നിട്ട് നമ്മളെ കാണുമ്പോൾ തന്നെ ഡോറ് തുറക്കണം, അത്രത്തോളം ഒന്നും നമ്മൾ പുരോഗമിച്ചിട്ടില്ല എന്ന് വെക്കാം. അപ്പം നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഹോൺ അടിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് മകളോ മകനോ ഭാര്യയോ വീട്ടിലുള്ള ആരെങ്കിലും വന്ന്, ഈ 2-3 ഉണ്ടാവുള്ളൂ, അപ്പൊ ഈ ആരെങ്കിലും വന്നിട്ട് വാതിൽ തുറക്കും, ഗേറ്റ് തുറക്കുമെന്നാണ്. നിങ്ങൾ എത്ര ഹോൺ അടിച്ചിട്ടും വീട് വാതിൽ തുറക്കണില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളെ മനസ്സ്? നിങ്ങൾക്ക് ദേഷ്യം വരും. വലിയ മുൻകോപിയാണെങ്കിൽ വണ്ടി കൊണ്ട് തന്നെ ഗേറ്റ് ഇടിച്ചിട്ട് പൈസ ചെലവാക്കി നന്നാക്കേണ്ടത് ഇയാളാണെങ്കിലും തൽക്കാലം ആ ദേഷ്യം അങ്ങനെ തീർക്കും. ഇനി അങ്ങനെ ഗേറ്റ് ഒരു വക തുറന്ന് അകത്ത് കയറിയ ശേഷം നിങ്ങൾ നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവളെ വിളിച്ചു, ഓമനപ്പേര് വിളിച്ചു, വെച്ച് വിളിച്ചു. നിങ്ങൾ വിളിച്ചിട്ട് നോക്കുമ്പോൾ അവള് വരുന്നില്ല. അപ്പോൾ ഓന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിളിക്കൊരു ഉത്തരം, ഒരു വിലയും കൽപ്പിച്ചില്ല. നിങ്ങൾക്ക് ദേഷ്യം വരൂല്ലേ? ദേഷ്യം വരൂ. ഏറ്റവും ഇഷ്ടപ്പെട്ടവരെയാണ് വിളിക്കുന്നതെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഉടൻ പ്രതികരിച്ചില്ലെങ്കിൽ കൂടുതൽ ദേഷ്യം വരും. അങ്ങനെയാണ് മനുഷ്യന്റെ പ്രകൃതം. എന്നാൽ റബ്ബ് നമ്മളെ വിളിക്കുകയാണ്. ദിവസവും 5 നേരം റബ്ബ് നമ്മളെ വിളിക്കുമ്പോൾ കേട്ടത് നടിക്കാത്ത മട്ടിൽ നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ അതിന്റെ സ്ഥിതി എന്താണ്? അപ്പോ അള്ളാഹുവിന്റെ വിളിയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ ആരാധനാ കാര്യങ്ങൾ 4 നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ആ 4 നിർവഹിക്കുക എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. ആരാധനാ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട 3 സംഗതികൾ അംഗീകരിക്കുന്നുണ്ട്. അതിലെ 1-ാമത്തെ സംഗതി, ഈ ഇനത്തിൽ, ആരാധനകൾ എന്ന ഇനത്തിൽ ഇങ്ങനെ ഞങ്ങളോട് കൽപ്പിക്കുവാൻ അധികാരമുള്ളവൻ നീ മാത്രമാണ്. നമ്മളിപ്പോ സുബൈ 2 നിസ്കരിക്കണത് വേറൊരുത്തം നമ്മളോട് വന്നിട്ട് സുബൈ 4 ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി പണി നോക്കാൻ പറയും. അത് അധികാരിയായാലും പുരോഹിതനായാലും നമ്മുടെ സുഹൃത്തായാലും നമ്മളുടെ മേലെ അധികാരമോ സ്വാധീനമോ ഉള്ള ആരായാലും ശരി ഈ ആരാധനാ കർമ്മങ്ങളിൽ ഇടപെടാൻ വന്നാൽ നമ്മൾ പോയി പണി നോക്കാൻ പറയും. അതിന്റെ അർത്ഥം ആരാധനകൾ ഇങ്ങനെ നിശ്ചയിച്ചു തരാനും നമ്മളോട് അത് കൽപ്പിക്കുവാനും റബ്ബേ നിനക്കേ അധികാരമുള്ളൂ എന്ന് നമ്മൾ സമ്മതിക്കുന്നുവെന്നാണ്. അതാണ് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ഈ 4 ആരാധനാ കർമ്മങ്ങളല്ല, ഈ 4 ആരാധനാ കർമ്മങ്ങൾ എന്നല്ല, എന്ത് കൽപ്പന നിന്റെ ഭാഗത്തുനിന്ന് വന്നാലും ഞങ്ങൾ ഇவ்விധം കേൾക്കാൻ സന്നദ്ധമാണ് എന്നതാണ്. 3-ാമത്തെ കാര്യം, ഇങ്ങനെ നിന്നെ അനുസരിച്ചാൽ നിന്റെ രക്ഷയുണ്ടാകും, ഇങ്ങനെ നിന്നെ അനുസരിച്ചില്ലെങ്കിൽ നീ ശിക്ഷിക്കും. ഇതിന് 2-നുമുള്ള അധികാരം നിനക്കുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നതാണ്. ഈ 3 കാര്യങ്ങളും ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തെ ശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമസ്കാരത്തിലൂടെ ആ ശീലമാണ്, നോമ്പിലൂടെ അതിന്റെ നിർവഹണമാണ്. സക്കാത്തിലേക്ക് എത്തുമ്പോൾ എന്റെ ശരീരം മാത്രമല്ല എന്റെ സമ്പത്ത് കൂടി നിനക്ക് വഴിപ്പെട്ടിരിക്കുകയാണ്. ഹജ്ജ് അതിനേക്കാൾ വളരെ മൂർത്തമായ ഇപ്പൊ നമ്മള് മക്ക അല്ലെങ്കിൽ കഅബ, മസ്ജിദുൽ ഹറാം, ലോകത്തെ ഏറ്റവും പവിത്രതയിൽ പ്രാധാന്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഹറാം, കഅബാലയവും അതിന്റെ ചുറ്റുമുള്ള കെട്ടിട സമുച്ചയവും. എന്നാ പിന്നെ ഹജ്ജിന് പോയ ആളുകൾ ഹജ്ജ് തീരോളം, ഞാൻ പറഞ്ഞല്ലോ ദുൽഹജ്ജ് 8 മുതൽ 13 വരെയും മസ്ജിദുൽ ഹറാമിൽ ഇരിക്കാനാണോ അള്ളാഹ് പറഞ്ഞത്? അല്ല. അപ്പൊ പുണ്യത്തെ സംബന്ധിച്ച് പരമ്പരാഗതമായ മതസങ്കല്പം നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. നിങ്ങളുടെ പരമ്പരാഗതമായ മതസങ്കല്പം അനുസരിച്ചല്ല, അള്ളാഹ് നിങ്ങളെ എവിടേക്ക് ഉയർത്തണമെന്ന് ഉദ്ദേശിക്കുന്നോ അതനുസരിച്ചാണ് ഹജ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. ഇസ്ലാം എന്ന് പറയുന്നത് നമസ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് അങ്ങനെ കാത്തിരിക്കണം. ഹജ്ജും കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മരണത്തിന് റെഡി ആയിട്ടിരിക്കണം മാതിരിയാണ്. അങ്ങനെ മരിച്ചവർക്ക് സ്വർഗം. ഇങ്ങനെ സ്വകാര്യമായി സ്വർഗത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ പേരാണ് ഇസ്ലാം എന്ന് കരുതുന്നവരുണ്ടെന്നല്ല, അങ്ങനെ കരുതുന്നവരാണ് മുസ്ലിം സമുദായത്തിലെ മിക്കവരും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇസ്ലാം എന്ന് പറയുന്നത് സ്വകാര്യമായി ആളുകളെ സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയുടെ പേരാണ്. അല്ലാതെ ദുനിയാവിൽ അവർക്ക് വലിയ ദൗത്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? ഇവിടെ എന്തുണ്ടാക്കാനാ നമ്മൾ ടെൻഷൻ അടിക്കണത്? ഇവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായിത്തീരണം എന്ന വല്ല വേവലാതിയും അസ്വസ്ഥതയും നമ്മുടെ മനസ്സിലുണ്ടോ? ഇല്ല. പിന്നെന്താണുള്ളത്?
നമ്മളിവിടെ ഇങ്ങനെ റബ്ബ് പറഞ്ഞതുപോലെ കുറച്ചൊക്കെ അനുഷ്ഠിച്ച് ചൊല്ലിപ്പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചാൽ മരിക്കുമ്പോ സ്വർഗം കിട്ടും. അപ്പം ആളുകളെ സ്വകാര്യമായി സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ആരാധനയിൽ നിലകൊള്ളുന്നതിന്റെ പേരല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിന്റെ പേരാണ്. നമ്മളിപ്പോ ഇത്രയും വലിയൊരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ഒരു വിറകുപുരം ഉണ്ടാക്കണ അസ്ഥിവാരം മതിയോ, അടിത്തറ മതിയോ, ഫൗണ്ടേഷൻ മതിയോ? പോരാ. ഇത്രയും വലിയൊരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ നല്ല ഒരു അസ്ഥിവാരം വേണം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, നിങ്ങളുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച 5 അസ്ഥിവാരങ്ങളിൽ കെട്ടിപ്പടുത്തിരിക്കുകയാണ്. അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ അടിത്തറയിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക മുഴു സമയവും. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. وَمَنْ يَرْغَبُ عَنْ مِلَّةِ إِبْرَاهِيمَ إِلَّا مَنْ سَفِهَ نَفْسَهُ وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ إِذْ قَالَ لَهُ رَبُّهُ أَسْلِمْ قَالَ أَسْلَمْتُ لِرَبِّ الْعَالَمِينَ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ധാരയോട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയ ഈ ജീവിത ബാന്ധാവിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ സ്വയം വിഡ്ഢിയായവനല്ലെങ്കിൽ പിന്നെ ആരാണ്? അള്ളാഹ് ചോദിക്കാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അദ്ദേഹത്തിന്റെ നാഥൻ അദ്ദേഹത്തോട് ഇബ്രാഹിമെ നീ അനുസരണമുള്ളവനാവുക എന്ന് കൽപ്പിച്ചപ്പോ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ സർവ്വലോക രക്ഷിതാവിന് സദാസമയവും അനുസരിക്കുന്നവനാകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? അതാണ് പ്രധാനം. അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ അസ്ഥിവാരത്തിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്നതും ലേശം സമയം അള്ളാഹുവിനെ ആരാധിക്കുക എന്നതും വലിയ വ്യത്യാസമുണ്ട്. ഇത് സഹോദരിമാർക്ക് ഞാൻ ഈ പറഞ്ഞത് വേഗം മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ റമളാൻ അവസാനത്തെ 10 27-ാം രാവും ലൈലത്തുൽ ഖദറും, 27-ാം രാവിന് പ്രത്യേകിച്ച് ദീനിയായിട്ടൊരു പ്രാധാന്യമില്ല, ഒറ്റയായ രാവിലെ ഒരു രാവുന്നേ ഉള്ളൂ. ഞാൻ നാട്ടുനടപ്പ് മനോഗതം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. 27-ാം രാവും ലൈലത്തുൽ ഖദറും അങ്ങനെ പല പുണ്യവും. ചിലപ്പോൾ നമ്മുടെ മാസമുറ വരുന്നത് ഈ അവസാനത്തെ 10-ലായിരിക്കും. 5-6 ദിവസം ചൊല്ലി പിന്നെ നിസ്കരിക്കാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല, ഒരു ആരാധനാ കർമ്മം എന്ന നിലക്ക് മുസാഹഫ് കയ്യിലെടുത്ത് ഓതാൻ പറ്റൂല. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞത് സ്വന്തം നൽകുന്ന ഒരു ഇബാദത്താണ്, അല്ലാതെ വേറെ ഇബാദത്തിലെ ഒരു അഡീഷണൽ ഫിറ്റിങ്സ് മാത്രമല്ല. അങ്ങനെയാണ് പലരും കരുതിയിട്ടുള്ളത്. അങ്ങനെയല്ല. ഖുർആൻ ഓതുക എന്നുള്ളത് സ്വന്തം നിലക്ക് തന്നെ ഒരു ഇബാദത്താണ്. അപ്പൊ അങ്ങനെ ഇബാദത്ത് നിലക്ക് ഖുർആൻ ഓതാൻ പറ്റൂല. മനപ്പാടുള്ള ആയത്തുൽ കുർസിയോ ആമന റസൂലോ അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദോ ഫലക്കുൻ നാസോ അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഓതാം മനസ്സിലുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അടുത്ത റമളാനിൽ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവുന്ന എന്താ ഉറപ്പ്? നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാൻ എന്ന് പറയുന്നത് ഈ റമളാൻ ആവുകയും നോമ്പും പറ്റൂല, നിസ്കാരവും പറ്റൂല, ഖുർആൻ ഓതാനും പറ്റൂല, അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മങ്ങൾക്കും പറ്റില്ല എന്ന് വന്നാൽ അതൊരു വലിയ നഷ്ടമല്ലേ? ഇസ്ലാമിനെ നിങ്ങളൊരു ആരാധനാ പദ്ധതിയായിട്ടാണ് കാണുന്നതെങ്കിൽ അള്ളാഹുവിന് ഒരു മുസ്ലിം കൊടുക്കേണ്ടത് ആരാധനയാണ് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അമ്പിച്ച നഷ്ടമാണ്. കാരണം ആരാധനകളുടെ ഗണത്തിൽപ്പെട്ടതൊന്നും നിർവഹിക്കാൻ പറ്റാതെ അങ്ങനെ റമളാൻ നമ്മോട് ഇവിടെ പറഞ്ഞു. നേരെ മറിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ജീവിതത്തെ സെറ്റ് ചെയ്ത് ഘടിപ്പിച്ച് നിർത്തുന്നതിന്റെ പേരാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ എല്ലാവരോടും നോമ്പെടുക്കാൻ പറഞ്ഞതാരാ? കൽപ്പിച്ചതാരാ? അള്ളാഹുവാണ്. ഇന്ന അവസ്ഥയിൽ സഹോദരിമാർ നോമ്പെടുക്കരുത് എന്ന് കൽപ്പിച്ചതാരാ? അതും അള്ളാഹുവാണ്. അപ്പൊ നോമ്പെടുക്കുന്നവർ നോമ്പെടുക്കുന്നത് അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ ഭാഗമാണ്. നോമ്പൊഴിവാക്കിയവർ നോമ്പൊഴിവാക്കിയിട്ടുള്ളതും അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ ഭാഗമാണ്. അനുസരണത്തിൽ നിലകൊള്ളുക എന്നതിൽ നോമ്പെടുത്ത പുരുഷന്മാരും നോമ്പെടുക്കാത്ത സഹോദരിമാരും ഒരുപോലെ തുല്യമാണ്. നിങ്ങൾ പിന്നെ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റു വീട്ടുമ്പോൾ അതിന് അഡീഷണൽ കൂലി വേറെ കിട്ടുകയാണ്. നമ്മൾ എവിടെന്നാ പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച്, നമസ്കാരം, അള്ളാന്റെ വിളി, ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ എവിടെ? മസ്ജിദുൽ ഹറാം. അവിടെ നിന്നാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് പോയിട്ടുള്ളത്. ഞാൻ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാൻ. മസ്ജിദുൽ ഹറാമിൽ ഇരിക്കാനല്ല, ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള ദിവസം ഇതാണ് ഏറ്റവും ഷറഫാക്കപ്പെട്ട സ്ഥലം, നിങ്ങൾ ഇവിടെ ഇരിക്ക്. ഇതല്ല ഹജ്ജ് കർമ്മം. പിന്നെയോ
ഈ പരിശുദ്ധമാക്കപ്പെട്ടതും ആരാധനാ കർമ്മങ്ങൾക്ക് എത്രയോ അധികം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതുമായ ഈ മസ്ജിദുൽ ഹറാമിന്റെ സമുച്ചയത്തിന്റെ പരിധി, ഹറമിന്റെ പരിധി വിട്ട് നിങ്ങൾ ദുൽഹജ്ജ് 8 നിങ്ങൾ മിനയിലെത്തണം. അള്ളാന്റെ ഓർഡറാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ഞങ്ങൾ അവിടെ എത്തി. നീ വിളിച്ചു, ഞങ്ങൾ ഉത്തരം ചെയ്തു. എന്തിനാ ഇപ്പൊ ആ മിനയിൽ, ആ മക്കയില്, കഅബയിലെ ഹറമിന്റെ പവിത്ര പ്രദേശത്തുള്ളതിനേക്കാൾ റബ്ബേ ഇവിടെന്താ പുണ്യം കൂടുതൽ? ആ ചോദ്യത്തിന് ഒരു അർത്ഥമില്ല. ഓർഡർ വന്നു, ഞങ്ങൾ അനുസരിച്ചു. ദുൽഹജ്ജ് 8 ഞങ്ങൾ മിനയിലിരുന്നു. ദുൽഹജ്ജ് 9 ഞങ്ങൾ അറഫയിലേക്ക് പോയി. ദുൽഹജ്ജ് 9 രാത്രി ഞങ്ങൾ മുസ്തലിഫയിൽ തങ്ങി. 10 ഞങ്ങൾ മിനയിലെത്തി. ഏറ് കഴിഞ്ഞ് തവാഫും സഅയും കഴിഞ്ഞ് പിന്നെ മിനയിലാണ് 3 ദിവസം, അല്ലാതെ ഹറമിലല്ല. അപ്പൊ നിങ്ങൾ ആരാധനയാണ് പ്രധാനം, ആരാധനയാണ് ഇസ്ലാം എന്ന് കരുതുകയും എന്നിട്ട് ആരാധനയിൽ ഏറ്റവും പുണ്യം, ഏറ്റവും ഷറഫാക്കപ്പെട്ട സ്ഥലത്തെന്ന് വിചാരിക്കുകയും ഏറ്റവും ഷറഫാക്കപ്പെട്ട സ്ഥലം ഹറമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഹജ്ജിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ആകെ മൊത്തം നിങ്ങൾ നിരാശരായി പോകും. നേരെ മറിച്ച് എവിടുന്ന് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. റബ്ബ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇബ്രാഹിമെ നീ അനുസരണമുള്ളവനാവ് എന്ന് കൽപ്പിച്ചപ്പോ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. സൂര്യൻ ആരുടെ നിയന്ത്രണത്തിലാണോ, ചന്ദ്രൻ ആരുടെ നിയന്ത്രണത്തിലാണോ, വായു ആരുടെ നിയന്ത്രണത്തിലാണോ, വെള്ളം ആരുടെ നിയന്ത്രണത്തിലാണോ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ചെറുതും വലുതുമായ ഓരോ കണികയും ഏതൊരു ഓർഡറിനെ കാത്താണോ, ഏതൊരു വിളിയാളം പ്രതീക്ഷിച്ചാണോ പ്രവർത്തനക്ഷമമായി അക്ഷമമായി കാത്തിരിക്കുന്നത്, ആ ഓർഡർ ഇട്ടവൻ നമ്മോട് ഓർഡർ ഇട്ടിരിക്കുകയാണ്. ആ ഓർഡർ ഞങ്ങൾ കേട്ടിരിക്കുകയാണ്. പുണ്യം ഞങ്ങളല്ല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്വയം ഹറമു വിട്ടിരിക്കുന്നു. പകരം ഇനി ഞാൻ മിനയിലാണ്. ഞാൻ മിന വിട്ടിരിക്കുന്നു, ഇനി ഞാൻ അറഫയിലാണ്. ഞാൻ അറഫ വിട്ടിരിക്കുന്നു, ഇനി ഞാൻ മുസ്തലിഫയിലാണ്. ഇതാണ് ഹജ്ജിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ അനുസരണ സന്നദ്ധത. നമ്മുടെ അനുസരണ സന്നദ്ധത ആവർത്തിച്ച് പരീക്ഷിക്കപ്പെടുകയാണ്. അനുസരണമാണ് ഇസ്ലാമിന്റെ കാമ്പും കാതലും. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖിഹ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചോ, അവനെ ഭയപ്പെട്ടോ, അവനിൽ ആ ഭക്തി സൂക്ഷ്മത പുലർത്തുകയും ചെയ്തോ, അവനാണ് വിജയിച്ചവരിൽപ്പെട്ടവർ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇസ്ലാമിന്റെ അടിസ്ഥാനം അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നമ്മുടെ ജീവിതത്തെ സെറ്റ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനുള്ള ആരാധനയാണ് പ്രധാനം എന്ന് കരുതിയാൽ ആരാധനയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ കള്ളനോട്ടടി, ബ്ലൂ ഫിലിം നിർമ്മാണം, ബാങ്ക് കവർച്ച, ഭവനഭേദനം, തട്ടിപ്പുകൾ പലതും അതിലൊക്കെ ഏർപ്പെടാം. ഹജ്ജിന് പോകാൻ തീരുമാനിക്കുമ്പോൾ വട്ടിപ്പലിശ നടത്തുന്ന ആൾ ഇനി നമുക്ക് പോയി വന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇടപാട് തുടരാം. ഇപ്പോൾ ഒരു ഡീല് നടത്താനുള്ളൊരു സമയമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ നിൽക്കി 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ഇത്രയേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ജീവിതത്തെ അരക്കിട്ടുറപ്പിച്ച്, അള്ളാഹുവിനുള്ള അനുസരണമാണ് ജീവിതത്തിന്റെ അസ്ഥിവാരം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതും വേറെ അതിന് വിരുദ്ധമായ ഒരിടപാടും അതിനോടൊന്നിച്ചു പോകില്ല. സൂറത്തുൽ ഹുജറാത്തിൽ കാലത്തിൽ അറാബു ആമന്ന എന്ന് തുടങ്ങുന്ന ഭാഗമെടുത്ത് നിങ്ങൾ ഓതി നോക്കൂ, വായിച്ചു നോക്കൂ. അപ്പൊ കാണാം, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കർമ്മവും വെറുതെ ആവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ ദീന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ പറഞ്ഞു, അറബി ഞാൻ പറയാത്തത് ഈ സമയം ചുരുക്കാനാണ്, ഹദീസിന്റെ ലേശം ദീർഘിച്ചതാണ്. കുല്ലു സുലാമി എന്ന് തുടങ്ങുന്ന പല സ്വഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളിൽ അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്. എന്ത്? നിങ്ങൾ നിങ്ങളുടെ ഇണകളെ ശാരീരിക ആവശ്യത്തിന് സമീപിക്കുന്നത് പുണ്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞതാ. അപ്പൊ സഹാബിമാർ ഇതിങ്ങനെ അന്തം വിട്ട് കേട്ടിരിക്കൂല. അവർ ചോദിച്ചു മനസ്സിലാക്കിയത് കൊണ്ട് ദീനിന്റെ ആന്തരിക അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലായി. ഒരു സഹാബി ചോദിച്ചു, അല്ല റസൂലെ, അതിനിപ്പം എന്തിനാ കൂലി? ഞങ്ങളുടെ നാട്ടിൽ ജൂതനും മജൂസിയും പാർസിയും ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് ഇണകളെ സമീപിക്കുന്നുണ്ട്, ഞങ്ങളും സമീപിക്കുന്നുണ്ട്, അതിനിപ്പം എന്തിനാ കൂലി? റസൂലുള്ള അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ശാരീരിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ കുറ്റമുണ്ടാകുമോ? ഇതാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം. സഹാബി പറഞ്ഞു, അതുറപ്പല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മാർഗത്തിൽ ഈ സംഗതി നടത്താൻ പോയാൽ കുറ്റം ഉണ്ടാവും, എന്താ സംശയം? അപ്പോ അള്ളാഹു അനുവദിക്കാത്ത ഒരുപാട് സാധ്യതകൾ മുമ്പിലുണ്ടായിട്ടും
അതിലേക്കൊന്നും പോവാതെ അള്ളാഹു തൃപ്തിപ്പെട്ടതിൽ മാത്രം തൃപ്തിപ്പെട്ട് നിലകൊള്ളുന്ന ഒരാൾക്ക് കൂലി കൊടുക്കണ്ടേ? റസൂലുള്ളാഹിയുടെ ചോദ്യം, തിരിച്ചുള്ള ചോദ്യം. ശരിയാണ്, അതിന് പ്രതിഫലം വേണം. ഇത് ആ ഒരു കാര്യത്തിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന ഏത് കർമ്മവും അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിന്റെ ഫ്രെയിമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ പുണ്യമാണ്. ഇനി നേരെ തിരിച്ചോ, സാക്ഷാൽ നമസ്കാരം തന്നെ അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിന്റെ ഫ്രെയിമിലല്ല നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു പ്രതിഫലവും കിട്ടൂല എന്ന് മാത്രമല്ല, ആക്ഷേപാർഹനാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, സൂറത്ത് മാഊൻ എന്ന് പറഞ്ഞാൽ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് നിങ്ങൾ ഓതി നോക്കൂ, നമുക്കൊക്കെ മനഃപ്പാഠമുള്ളതാണ്. അപ്പൊ കാണാം ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. എന്താ നമസ്കാരക്കാരന്റെ കുഴപ്പം? അയാൾ നമസ്കാരത്തിൽ അശ്രദ്ധനാണ്. എന്താണ് അശ്രദ്ധനാകാൻ കാരണം? ആളുകളെ കാണിക്കലേ ഉദ്ദേശമുള്ളൂ. അത് നടക്കാൻ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്താൽ മതി, അള്ളാനെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലദീനഹും യുറാഊൻ, അയാൾ ആളുകളെ കാണിക്കാൻ നമസ്കരിക്കുന്നവനാണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമുള്ള അനുസരണത്തിന്റെ ഫ്രെയിമിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾ നമ്മുടെ ഇണയുമായി ബന്ധപ്പെടുന്നത് പോലും പുണ്യമാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും അനുസരണത്തിന്റെ ഫ്രെയിമിലല്ല നമ്മളുടെ ജീവിതം ഉള്ളതെങ്കിൽ സാക്ഷാൽ നമസ്കാരം തന്നെ നാളെ നമുക്ക് എതിരായി വഹിക്കുന്ന ഒരു കാര്യമാണ്. സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തരുത്. അപ്പോ ഒരൊറ്റ പോയിന്റാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. അതെന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ അസ്ഥിവാരം എന്താണ്? നമ്മുടെ ജീവിതത്തിന് ആകെ ഒരൊറ്റ അടിത്തറയേ ഉള്ളൂ, അത് അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണമാണ്. ആ അടിത്തറയിലാണ് ജീവിതം കെട്ടിപ്പടുക്കുന്നതെങ്കിൽ അങ്ങനെ കെട്ടിപ്പടുത്ത ജീവിതത്തിലൂടെ നിർവഹിക്കുന്ന ഏർപ്പെടുന്ന കർമ്മങ്ങൾക്കൊക്കെ പ്രതിഫലമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരു കർമ്മവും പുണ്യകരമല്ല. അപ്പോ ആരാധനകൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത് പല സമയത്തും മാറി മാറി അവൻ വിളിച്ചു നോക്കുകയാണ്, പല കർമ്മങ്ങളും നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ്, പല സ്ഥലത്തും ഹാജരാവണം എന്ന് പറഞ്ഞിരിക്കുകയാണ്, പല തോതിലും നിന്റെ ധനം ആളുകൾക്ക് കൊടുക്കണം എന്ന് ആജ്ഞാപിച്ചിരിക്കുകയാണ്. എല്ലാത്തിനും ഞാൻ റെഡിയാണ്. അനുസരണത്തിന്റെ ഏത് സാധ്യതയിൽ മാറി മാറി പരീക്ഷിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു നേരത്തെ എമ്മയുടെ സംസാരത്തിൽ ഇതിന്റെ ഒരു ഭാഗം വന്നതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു മാറി മാറി പരീക്ഷിച്ചു, എല്ലാത്തിലും വിജയിച്ചു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ പോയിട്ട് നമ്മളുടെ അനുസരണ സന്നദ്ധതയാണ് റബ്ബ് പരീക്ഷിക്കുന്നത്. ഞാൻ ഇവിടെ ഈ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ മുഴുസമയവും അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു മുസ്ലിം എന്ന പേര്, റബ്ബന ജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. അല്ലെങ്കിൽ സൂറത്ത് ഹജ്ജിന്റെ അവസാന ഭാഗത്ത് ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ മുസ്ലിം, അതാണ് നമ്മുടെ ബ്രാൻഡ്. ഇതൊരു സമുദായത്തിന്റെ പേരല്ല, ഇതൊരു ജാതി പേരല്ല, ഇത് നമ്മൾ പ്രഖ്യാപിച്ചതും നമ്മൾ എടുത്തണിഞ്ഞതുമായ ഒരു നിലപാടിന്റെ വിളംബരമാണ്. ഞങ്ങൾ സദാസമയവും റബ്ബിനുള്ള അനുസരണത്തിലാണ്. റബ്ബിനുള്ള അനുസരണത്തിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങൾ ജുലൈബീബിന്റെ കഥ കേട്ടിട്ടുണ്ടാവും. ജുലൈബീബ് എന്ന് പറയുന്നത് ഒരു സഹാബിയാണ്, അത്ര ഭംഗിയൊന്നുമില്ലാത്തൊരു മനുഷ്യൻ, അൻസാരിയാണ്, ഒരു കുറിയ മനുഷ്യൻ. ജുലൈബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ജുലൈബീബ്, എനിക്ക് പെണ്ണ് കെട്ടണ്ടേ? അപ്പൊ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ലാത്ത, കുറിയ, നീളം കുറഞ്ഞ, സാമ്പത്തിക ശേഷിയില്ലാത്ത ജുലൈബീബ് നിരാശ മുറ്റി നിൽക്കുന്ന ഭാഷയിൽ നബിയോട് പ്രതികരിച്ചു, റസൂൽ എനിക്കൊക്കെ ആര് പെണ്ണ് തരാനാ? റസൂൽ വീണ്ടും ചോദിച്ചു, ജുലൈബീബ് നിനക്ക് കല്യാണം കഴിക്കണ്ടേ? ജുലൈബീബ് നേരത്തെ പറഞ്ഞ അതേ മറുപടി ആവർത്തിച്ചു. റസൂലുള്ള പറഞ്ഞു, ജുലൈബീബ് നീ പോയിട്ട് ഇന്ന അൻസാരി കുടുംബത്തിലെ കുടുംബനാഥനോട് സലാം പറ, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് അവിടെ പോയിട്ട് അദ്ദേഹത്തെ അറിയിക്ക്. എന്നിട്ട് അദ്ദേഹത്തോട് പറ, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരാൻ അള്ളാന്റെ റസൂൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ജുലൈബീബ് പോയി.
പോയിട്ട് ആ വീട്ടുകാരനോട് ചെന്നിട്ട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഅലൈക വഅലൈഹിസ് സലാം. ആ മനുഷ്യൻ സലാമൊക്കെ മടക്കി. അടുത്ത വാചകത്തിൽ ഒരു വിധം ജുലൈബീബ് പറഞ്ഞു ഒപ്പിച്ചു, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വീട്ടിനകത്ത് ഭാര്യ കേൾക്കുന്നുണ്ട്. ഈ കേട്ട സഹാബി തന്നെ സ്തംഭിച്ചു പോയി. കാണാൻ ഒരു കോലമില്ലാത്ത 5 പൈസന്റെ വരുമാനം ഇല്ലാത്ത ഈ മനുഷ്യന് മോളെ കെട്ടിച്ചു കൊടുക്കെ. ഭാര്യ അവിടെ അകത്ത് നിന്നിട്ട് അവളുടെ അസ്വസ്ഥത അപ്പം തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. എവിടുന്ന് വന്നതാ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഒരു ഭാഷയിൽ അവർ അവിടെ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ സാധാരണ ആണുങ്ങൾക്കൊരു പരിപാടി ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ, മുടക്കാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും ആണെങ്കിൽ അവർ പറയും ഞാൻ ഓളോടൊന്ന് ചോദിക്കട്ടെ എന്ന്. അപ്പൊ നമ്മളൊക്കെ ഒരു കാറ് പുതിയത് വീട്ടിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എളാപ്പാന്റെ മോനെ ഈ കാറുമായിട്ട് എറണാകുളം പോകാൻ വേണ്ടിയിട്ട് കാറ് തരുമോ എന്ന് ചോദിക്കണത്. അല്ലെങ്കിൽ ഒരു അപ്പുറത്തെ അയൽവാസിയുടെ മോൻ വന്നിട്ട് കാറ് തരുമോ എന്ന് ചോദിക്കണത്. ഇയാൾക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല. അത് തരൂല എന്ന് ഒറ്റടിക്ക് ഇയാൾ പറയാതെ ഞാൻ ഓളോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയും. ആ മുടങ്ങിൻ്റെ ഉത്തരവാദിത്വം ഓളെ പെരടിയിലായി കിട്ടിയ നമ്മളാണ്ട് രക്ഷപ്പെട്ടല്ലോ. ഭാര്യമാരോട് കൂടിയാലോചിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓല ഇടങ്ങാറാക്കണ പരിപാടിയുടെ പേരല്ല, യഥാർത്ഥത്തിൽ തന്നെ കൂടിയാലോചിക്കലാണ്. അതല്ല വിഷയം. ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം അൻസാരി അകത്തു പോയിട്ട് ഇയാളാണ്ട് ചെല്ലുമ്പോൾ തന്നെ അക്ഷമയായി ഭാര്യയ്ക്ക് എവിടുന്ന ആ മനുഷ്യൻ വന്നത്, എന്താ പോവാൻ പറയണത്, നമ്മളെ മോളെ ഓന് കെട്ടിച്ചു കൊടുക്കും, ഓനെ കോലം കണ്ടില്ല നിങ്ങൾ. ഇങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളാണെങ്കിൽ ഉണ്ടാവില്ലേ? നമ്മൾ ആറ്റുനോറ്റ് പൊന്നു പോലെ വളർത്തുന്ന ഒരു മോളെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കേണ്ടി വന്നാൽ നമുക്കുണ്ടാവില്ലേ വിഷമം? ഇനിയുള്ള കാലത്ത് അങ്ങനത്തെ വിഷമമൊക്കെ കുറച്ച് അധികം അനുഭവിക്കേണ്ടതായിട്ട് വരാം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ട് ഞാൻ പറയട്ടെ. അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഇവർ തമ്മിൽ ഈ തർക്കം നടക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ഇപ്പം എന്തിനാ ഇതിലൊക്കെ ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ, മൂപ്പർക്ക് വേറെന്തൊക്കെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഈ തീരുമാനത്തെ നിരൂപണം ചെയ്തും വിമർശിച്ചും കൊണ്ട് സംസാരിക്കുമ്പോൾ ഇസ്ലാമിക ചിട്ടയിൽ വളർന്ന അവരുടെ മകൾ അവിടെ നിന്ന് രംഗത്ത് വന്നിട്ട് ഒരു മുഅ്മിനത്തിനും ഒരു വിശ്വാസിയായ ആണിനും പെണ്ണിനും ഒട്ടും ചേർന്നതല്ല എന്ത്? ഇദാ ഖാല അല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവോ റസൂലോ ഒരു ആജ്ഞ പുറപ്പെടുവിപ്പിച്ചിട്ട്, ഒരു വിജ്ഞാപനം ഇറക്കിയിട്ട്, ഒരു ഓർഡർ ഇട്ടിട്ട്, അള്ളപ്പന്തെ അങ്ങനെ പറഞ്ഞത്, റസൂൽ എന്തേ ഇങ്ങനെ പറഞ്ഞത് എന്ന് ആ ഓർഡറിനെ ചൊല്ലി അവരുടെ ഉള്ളിൽ ഒരു ചൊറിച്ചിലുണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും ഒട്ടും ഭൂഷണമല്ല. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചോ അവൻ അങ്ങേ അറ്റത്ത വഴികേടിലാണ് അകപ്പെട്ടത്. ഈ ആയത്ത് ഈ പെൺകുട്ടി ഓതി എന്നാണ് കഥ. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ ഒരു ആയത്ത് ഓതി വെച്ചിരുന്നു. എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. ഈ അറബി കുത്തുബ നടക്കണ പള്ളിയിലൊക്കെ ജുമാക്ക് പോകുന്നവർക്ക് ഈ ആയത്ത് കാണാപ്പാടം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആയത്ത് വിശദീകരിക്കലല്ല എൻ്റെ ഉദ്ദേശം. ആയത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചോ അവൻ മഹത്തായ വിജയം കൈവരിച്ചു. ആർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചോ അവൻ അങ്ങേയറ്റത്തെ വഴികേടിൽ അകപ്പെട്ടു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ദീനിന്റെ കാമ്പും കാതലും അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിലകൊള്ളുക എന്നതാണ്. ഹജ്ജ് എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള അനുസരണത്തിന് ഇബ്രാഹിമെ നീ സർവ്വതാ സന്നദ്ധമാക്. അവിടെ പുരോഹിതന്റെ ഓർഡറുകളുണ്ട്, സ്വന്തം പിതാവ് കൂടിയായ പുരോഹിതന്റെ ഓർഡറുകളുണ്ട്. അപ്പുറത്തെ ഏകാധിപതിയായ ഭരണാധികാരികളുടെ തിട്ടൂരങ്ങളും കൽപ്പനകളും ഉണ്ട്. ഒന്നിനും ഞാൻ സന്നദ്ധമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളംബരമാണത്. വിശുദ്ധ ഖുർആൻ അത് ഉദ്ധരിക്കുന്നുണ്ട്. വിസ്തരിക്കാൻ സമയം എടുക്കുമെന്നതുകൊണ്ട് ഞാൻ ആ വശത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. പറഞ്ഞതിന്റെ കാതൽ ഇതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ സ്വന്തം ഇച്ഛയുടെ തേട്ടങ്ങൾക്കോ സ്വന്തം പിതാവിന്റെയും കുടുംബത്തിന്റെയും സമ്മർദ്ദങ്ങൾക്കോ സ്വന്തം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ തിട്ടൂരങ്ങൾക്കോ കാതോർക്കാതെ പ്രപഞ്ചങ്ങളായ സകല പ്രപഞ്ചത്തിന്റെയും നാഥന്റെ ഒരു ഓർഡർ വന്നപ്പോ ഞാൻ അത് കേൾക്കാൻ സർവ്വതാ സന്നദ്ധമാണ്. ഇതാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്.
അള്ള വിളിച്ചിരിക്കണം, നിങ്ങൾ ദുൽഹജ്ജ് 8 ആ മിനയിലുണ്ടാവണം. ഞാൻ ഈ ഡേറ്റ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹജ്ജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കണം. ദുൽഹജ്ജ് 8 നിങ്ങൾ മിനയിലുണ്ടാവണം. ദുൽഹജ്ജ് 9 ഉച്ച മുതൽ അസ്തമയം വരെ അറഫയിലുണ്ടാവണം. രാത്രി നിങ്ങളെ മുസ്തലിഫയിൽ കാണണം. അള്ള പറയാം, രാത്രി നിങ്ങളെ മുസ്തലിഫയിൽ കാണണം. 10 രാവിലെ നിങ്ങൾ ജംറയിൽ എത്തിയിരിക്കണം. പിന്നെ നിങ്ങൾ തവാഫ് ചെയ്യണം. പിന്നെ നിങ്ങൾ സഅയ് ചെയ്യണം. ഇങ്ങനെ വിജ്ഞാപനം പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ്. ഈ പറഞ്ഞിടത്തൊക്കെ എല്ലാവർക്കും ഒരുപോലെ ചെല്ലാൻ പറ്റും എന്നൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങൾ മിനയിൽ അറഫയിൽ നിന്ന് മുസ്തലിഫയിൽ എത്തുമ്പോഴേക്ക് രാപ്പാർക്കാൻ രാത്രി ഉണ്ടാവില്ല, പുലരാനായിരിക്കാം എന്ന് വരാം. പക്ഷെ നിങ്ങൾ യാത്രയിലാണ്. നിങ്ങൾ അവിടെ പറഞ്ഞോട്ടെ, വിളംബരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നമ്മൾ വാങ്ക അങ്ങനെ കേൾക്കുന്നുണ്ട്, നമ്മൾ ആട്ടർത്താനം പറഞ്ഞിരിക്കണ്ടല്ലോ. ഈ ഇരിപ്പല്ല, വിളി കേട്ടു, നമ്മൾ പൊടുന്നിനെ ഇറങ്ങിയിരിക്കുകയാണ്. ഈ പൊടുന്നനെ ഇറങ്ങുന്നത് ഹജ്ജിന്റെ കുറച്ച് ദിവസത്തെ ശീലമല്ല. ഈ പൊടുന്നനെ റബ്ബിന്റെ വിളി കേട്ടാൽ പൊടുന്നനെ ഇറങ്ങി പുറപ്പെടുക എന്നത് നമ്മുടെ ജീവിത ശീലമാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. ഒരു കാര്യം കൂടി അവിടെ പറയേണ്ടതായിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ രാജ്യത്തൊരു രാജാവുണ്ട്. ആ രാജാവ് കരുതുന്നത് എന്റെ നാവാണ് നിയമമെന്നാണ്. അങ്ങനത്തെ ഒരു രാജാവിന്റെ ഓർഡർ കേൾക്കാൻ, എന്നിട്ട് ആ രാജാവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഇബ്രാഹിം സന്നദ്ധനല്ല. അങ്ങനെ എന്നോട് കൽപ്പിക്കാൻ ഈ ഒരു രാജാവിനും സ്വതന്ത്രമായി അധികാരമില്ല. ആരുടെ കൽപ്പനയും ഞാൻ അനുസരിക്കും. അത് അള്ളാഹുവിനുള്ള കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരാളുടെ കൽപ്പനയും ഞാൻ അനുസരിക്കുകയില്ല. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അനുസരിക്കേണ്ടി വരും എന്ന് വന്നാൽ, അതുകൊണ്ട് നമ്രൂദ് എന്ത് വലിയ അഗ്നികുണ്ഡമൊരുക്കിയാലും എനിക്കത് പുല്ലാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രഖ്യാപനം. ഖുർആൻ തന്നെ നോക്കാം. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് സ്വന്തം റബ്ബിന്റെ കാര്യത്തിൽ തർക്കിച്ചവനെ നീ കണ്ടില്ലയോ? എന്താ തർക്കത്തിന്റെ വിഷയം? തർക്കത്തിന്റെ വിഷയം എന്താന്നുള്ളതിൽ ഇനി നമ്മൾ തർക്കിക്കണ്ട. അള്ള തന്നെ പറയാണ്, അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. അയാൾക്ക് അള്ളാഹു ഒരു ഭൂമിയിൽ ലേശം സ്ഥലത്ത് ആധിപത്യം നൽകി. നമ്മുടെ ഇന്നത്തെ ഈ ആധുനിക ഫറോവമാർക്ക് ആധിപത്യം കിട്ടിയതുപോലെ അന്ന് ഭൂമിയുടെ ഒരു ലേശം പ്രദേശം, അല്ല മൊത്തം ലോകത്തല്ല, ഭൂമിയുടെ ഒരു ലേശം പ്രദേശത്ത് ഇയാൾക്ക് ഒരു ആധിപത്യം കിട്ടി. ആ ആധിപത്യത്തിന്റെ ബലത്തിൽ ഞാൻ തന്നെയാണ് ഇവിടത്തെ അവസാന വാക്ക് എന്ന് അയാൾ തീരുമാനിച്ചു. LGBT എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്റെ ശരീരം എന്റെ ഇഷ്ടം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കൂട്ടര് ലൂത്ത് നബിയുടെ ജനത, ഈ ഇബ്രാഹിം നബിയുടെ സഹോദരപുത്രനാണ് ലൂത്ത്. ഇവരൊക്കെ സമകാലികരാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അപ്പുറത്ത് ലൂത്ത് നബി അലൈഹി സ്വലാം ഉണ്ട്. അതിന്റെ ഇപ്പുറത്ത് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഉണ്ട്. അതിനപ്പുറത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വെറുതെ ഇരിക്കല്ല. അദ്ദേഹം ഈജിപ്റ്റ് മുതൽ ഇറാഖ് വരെയുള്ള പ്രദേശങ്ങൾ പര്യടനം നടത്തി അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ ഈ ജീവിത പദ്ധതിയിലേക്ക് ആളുകളെ ക്ഷണിച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് സ്വന്തം അപ്പുറത്തിരിക്കണവരോട് അള്ളാന്റെ ദീനിനെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ടോ? സ്വന്തം അപ്പുറത്തെ വീട്ടുകാരനോട് ഈ അള്ളാന്റെ ദീനിനെ പറ്റി മനസ്സിൽ തട്ടുന്ന വിധം പറയാൻ നമുക്ക് കഴിയുന്നില്ലെന്ന് വരുമ്പോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഈജിപ്റ്റ് മുതൽ ഇറാഖ് വരെ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ആളുകളെ വിളിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് ഇബ്രാഹിം തന്റെ മകനെ സജ്ജമാക്കി ഇസ്ഹാക്കിനെ ഈ കൻആൻ, ഫലസ്തീൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പ്രദേശത്ത് ഈ കർമ്മം ചെയ്യാൻ, സദോം എന്ന് പറഞ്ഞാൽ ട്രാൻസ് ജോർദാൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് മറ്റ് സഹോദരപുത്രൻ ലൂത്ത് നബിയെ ഏർപ്പാട് ചെയ്തു. അറേബ്യ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ഏർപ്പാട് ചെയ്തു. ഇതൊരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരാളുടെയും തിട്ടൂരങ്ങളും ഞങ്ങൾക്ക് ബാധകമല്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. എല്ലാ അനുഗ്രഹങ്ങളും റബ്ബിൽ നിന്നാണ്, എല്ലാ തീരുമാനങ്ങളും അവൻ്റെതാണ്. അതുകൊണ്ട് പടച്ചവന് നിനക്കാണ് ആധിപത്യം. വേറെ ഒരു അധികാര കേന്ദ്രവും ഞങ്ങളുടെ മേൽ സ്വതന്ത്രമായി കൽപ്പിക്കാനും നിരോധിക്കാനും ശേഷിയുള്ളവരായി ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ തൃപ്തരല്ല. ഞങ്ങൾ ജനാധിപത്യപരമായ മാർഗേണ ഈ സാമൂഹിക ക്രമത്വം മാറ്റിപ്പണിയും, ഇബ്രാഹിം അറേബ്യയെ മാറ്റിയതുപോലെ. അതുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. നമ്മൾ എവിടെന്നാ പോകുന്നത്? അല്ലാഹ് ഇങ്ങനെ ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത്, ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത്, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് മാറി മാറി വിളിച്ചു. എല്ലാ വിളികൾക്കും നമ്മൾ ഉത്തരം ചെയ്തു.
ഇങ്ങനെ അള്ള വിളിക്കുമ്പോൾ ഉത്തരം ചെയ്യാനുള്ള ഈ ജാഗ്രതായ ഈ ഒരു വിജിലന്റായ ഇരുത്തമുണ്ടല്ലോ, ഇത് ഹജ്ജിലെ ഒരു 6 ദിവസത്തെ ഇരുത്തമല്ല, ഇത് നമ്മുടെ ജീവിതത്തിന്റെ താളമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ മറ്റ് ചർച്ചകളിലേക്ക് ഞാൻ ഇപ്പോ അധികം കടക്കുന്നില്ല. ഈ ഒരു വശം നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ആയത്തിന്റെ അവതരണ പശ്ചാത്തലം നിങ്ങൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഭരണാധികാരിയായ ശേഷം, മക്കയും മദീനയും അടങ്ങുന്ന പ്രദേശത്തെ ഭരണാധികാരിയായതിനു ശേഷം അവിടെ വന്ന ഒരു പ്രായോഗിക പ്രശ്നം റസൂലുള്ളാഹിന്റെ മുമ്പിൽ എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ കൃഷിയിടം ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കൃഷിയിടത്തിൽ ഈ പഴയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, പണ്ട് ഇങ്ങനെ വെള്ളം ചാലിലൂടെ തിരിച്ചു കൊണ്ടുപോയിട്ട് കൃഷി നനയ്ക്കണ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പൊ ചോലയില്ല, ചോലയിൽ വെള്ളമില്ല, ഒക്കെ പറ്റി കിടക്കണം. നമ്മൾ മൊത്തം ഒരു ഗൾഫ് നിലവാരത്തിലേക്ക് ഉയരാൻ ശ്രമിച്ചപ്പോൾ നമ്മളെ ഈ കുഴിമന്തി മാത്രമല്ല, നമ്മുടെ ചൂടും ഏതാണ്ട് ഒരു ഗൾഫ് നിലവാരത്തിൽ തന്നെ. ഇപ്പൊ റിയാലല്ലാത്തതൊക്കെ ഇവിടെ ഉണ്ട് എന്നൊരവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അങ്ങനെ ഈ വെള്ളം നനയ്ക്കുന്ന ഈ സമ്പ്രദായം ഉള്ള കാലത്ത് അറേബ്യയിൽ 2 വിശ്വാസികൾ തമ്മിൽ തർക്കായി. ഇവിടെ എൻ്റെ കണ്ടം, അപ്പുറത്ത് മറ്റവന്റെ കണ്ടം, ആരാ ആദ്യം നനക്കേണ്ടതെന്നാണ് തർക്കം. തർക്കം വന്നാൽ എന്താ ചെയ്യുക? തല്ലി തീർക്കേ? അല്ലല്ലോ. തർക്കം വന്നാൽ നേതാവിന്റെ അടുത്തേക്ക് പോകണം. നേതാവ് റസൂലാണ്. റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് റസൂൽ എങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ മൂപ്പർക്ക് ആദ്യം നനക്കണം എന്ന് മൂപ്പര് പറയുന്നത്, ഇതിൽ കൂടിയാണ് വെള്ളം അങ്ങോട്ട് പോണത്, അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇയാൾ ചോദിച്ചു. അപ്പൊ റസൂലുള്ള ഭൂമിയുടെ കിടപ്പ് നോക്കിയിട്ട് പറഞ്ഞു, ആദ്യം നിങ്ങൾ നനക്കി, എന്നിട്ട് മറ്റോ നനച്ചോട്ടെ. സംഗതി വശാൽ ഈ ആദ്യം നിങ്ങൾ നനക്കി എന്ന് പറഞ്ഞ ഈ ആള് റസൂലുള്ളാഹിന്റെ ഒരു രക്തബന്ധത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. വളരെ അടുത്ത കുടുംബം അല്ലെങ്കിലും കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. മറ്റേ ആള് കുടുംബമൊന്നുമില്ല, ഇസ്ലാമിൽപ്പെട്ട വേറൊരു മനുഷ്യനാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഇയാളോട് നിങ്ങൾ ആദ്യം നനക്കാൻ പറഞ്ഞത് അയാൾ നിങ്ങളെ കുടുംബക്കാരനായിട്ടല്ലേ? നേരത്തെ ജുലൈബീബിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതേമാതിരി ഇയാളോട് നിങ്ങൾ നനക്കാൻ പറഞ്ഞത് ഇത് നിങ്ങളെ കുടുംബക്കാരനായിട്ടല്ലേ എന്നാ സഹാബി ചോദിച്ചു. നമ്മൾ ചോദിച്ചു പോകൂലേ? ചോദിച്ചു. ഇതിപ്പോ 5 ഏറെ നിസ്കരിക്കണം എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ അനുസരിക്കണ പോലെ ഇതും അനുസരിക്കേണ്ടി വരുമല്ലോ. റസൂലാവുമ്പോ നേതാവല്ലേ. പിന്നെ അതിൽ ഇടപെടുന്നത് അള്ളയാണ്. ശ്രദ്ധിക്കണം, പിന്നെ അതിൽ ഇടപെടുന്നത് അള്ളയാണ്. എന്താണ്? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അല്ലാഹു നിന്റെ റബ്ബ്, നിന്റെ നാഥൻ തന്നെയാണ് സത്യം. നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ, അവർ വിശ്വാസികളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ പൊട്ടിപ്പിളർന്നുണ്ടാകുന്ന ഏത് പ്രശ്നത്തിലും അവസാന വാക്കായിട്ട് താങ്കളെ സ്വീകരിക്കാത്തിടത്തോളം. അതാണ്. അങ്ങനെ സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. അങ്ങനെ താങ്കളെ സ്വീകരിച്ചു, എന്നിട്ട് താങ്കൾ ഒരു വിധി പറഞ്ഞു, അത് ഒരു അസ്വസ്ഥതയുമില്ലാതെ സർവാത്മന അവർ സ്വീകരിക്കുന്ന അവസ്ഥ വരാത്തിടത്തോളം. നോക്കണം, സർവാത്മന അവർ സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷം സംജാതമാകാത്തിടത്തോളം നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖിഹ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം അനുസരിക്കാന്നല്ല, അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തെ നമ്മുടെ ജീവിതത്തിന്റെ അസ്ഥിവാരമായിട്ട് കാണുക. അതിൽ കുറവുണ്ട്, നമ്മളെ നമസ്കാരം ആ കുറവ് നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ സക്കാത്ത് ആ കുറവ് തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ നോമ്പ് കുറെ കൂടി നമ്മളെ സജ്ജമാക്കുന്നുണ്ട്, നമ്മുടെ ഹജ്ജ് നമ്മളെ പൂർണ്ണമായി മാറ്റിപ്പണിതിരിക്കുകയാണ്. ഇനി എനിക്ക് എൻ്റെ റബ്ബിന്റെ ഓർഡറുകളും വിളിയും തീരുമാനവുമല്ലാതെ മറ്റൊന്നും അതേപോലെ ബാധകമല്ല. ഏതാളെയും ഞാൻ അനുസരിക്കും, റബ്ബിന്റെ അനുസരണത്തിന് വിരുദ്ധമാകാത്തിടത്തോളം. ഇത് ഈ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വശവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ കല്ലട്ടി കണ്ടിട്ടില്ലേ? കല്ലട്ടി നമ്മൾ മലപ്പുറം ജില്ലക്കാരൊക്കെ ആയതുകൊണ്ട്, ജില്ലക്കാരല്ലാത്തവരുണ്ടാവാൻ കുറച്ച് ചിലപ്പോൾ, കല്ലട്ടി നമുക്ക് ഏറ്റവും പരിചയമുള്ളതാണ്. ഈ വീട് പണിക്ക് വേണ്ടിയിട്ട് ഗൾഫുകാരൊക്കെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കല്ല് ലോറിയിൽ കൊടുന്ന് ഇറക്കിയിട്ട് കല്ലിങ്ങനെ ഒരു കല്ലിൻ്റെ മേലെ മറ്റേ കല്ല്, മെഷീൻ കല്ലാണ്, മാനുവൽ കട്ടിങ് ഉണ്ടായിരുന്ന കാലത്ത് കട്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാ പാറയും കട്ട് ചെയ്ത് നമ്മൾ തീർത്തിരിക്കുകയാണ്. വരും തലമുറകൾക്ക് ഇവിടെ ഒന്നും ബാക്കി വെക്കാതെ ഞങ്ങൾ തന്നെ ഇത് തീരുമാനമാക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം റബ്ബും തീരുമാനമാക്കാം എന്ന് തീരുമാനിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ചൂടിൻ്റെ കാര്യത്തിലോ മറ്റിൻ്റെ വിഷയത്തിലൊന്നും അങ്ങനെ അമർച്ചപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അതിനെക്കുറിച്ചൊക്കെ വേറെ പറയേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കല്ലട്ടി. ഈ ഒരു കല്ലിന് അതിൻ്റെ മേലെ ഇരിക്കുന്ന കല്ലിനോട് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? എന്തെങ്കിലും കടപ്പാടുണ്ടോ? എന്തെങ്കിലും ബാധ്യതയുണ്ടോ? എന്തെങ്കിലും ഒരു കെട്ടുബന്ധമുണ്ടോ? ഒന്നുമില്ല. 8 കല്ലിങ്ങനെ അട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ലുകൾക്ക് തമ്മിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല.
ഈ 8 കല്ല് അട്ടി വെച്ചതിന്റെ അടുത്ത് നിരത്തി ഇതുപോലെ 8ന്റെ വേറെ കുറെ അട്ടികളുണ്ട്. ഈ അട്ടികൾ തമ്മിൽ എന്തെങ്കിലും പടപ്പാടോ ബാധ്യതയോ ഉത്തരവാദിത്വമോ അതുണ്ടോ? അതുമില്ല. മുസ്ലിം ഉമ്മത്ത് ഈ കല്ലട്ടി പോലെയാണ് എന്നാണ് നമ്മൾ കരുതുന്നത് എങ്കിൽ ഈ ഉമ്മത്തിന്റെ ഒരു സൗന്ദര്യവും നമുക്ക് മനസ്സിലാവില്ല. മുസ്ലിം ഉമ്മത്ത് കല്ലിലെ അട്ടിക്ക് വെച്ച കല്ലുകൾ തമ്മിലും ഒരു ഉത്തരവാദിത്വം ഇല്ല, തൊട്ടപ്പുറത്തെ അട്ടികൾ തമ്മിലും ഒരു കെട്ടുപാടും ഒരു ഉത്തരവാദിത്വം അതുമില്ല. ഒരാട്ടിൻകുട്ടി കുസൃതി കളിച്ച് ചാടി കയറിയാൽ മതി, ഒരാട്ടിൻകുട്ടി തുള്ളിച്ചാടി അതിലേക്ക് കയറിയാൽ മതി പൊടുന്നനെ ഈ അട്ടി മറിയാൻ. മുസ്ലിം ഉമ്മത്ത് ഒരു കല്ലട്ടി പോലെയല്ല. മുസ്ലിം ഉമ്മത്ത് ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. പടുത ചേർന്ന് നിൽക്കുന്ന ഒരു എടുപ്പ് പോലെ, അതാണ് അള്ളാഹ് പറഞ്ഞത്. പടുത ചേർന്ന് നിൽക്കുന്ന ഒരു എടുപ്പ് പോലെ. നിങ്ങൾ പടുക്കുന്നത് കണ്ടിട്ടില്ലേ? പടുക്കുമ്പോ എല്ലാ ഫസ്റ്റ് ക്വാളിറ്റി മെഷീൻ കല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു കല്ലും മുറിക്കാതല്ലോ പടുക്കാം. നമ്മൾ വിചാരിക്കും ഇയാൾ എന്തിനാ ഈ പടവുകാരനെ നല്ല നല്ല കല്ലൊക്കെ കൊത്തി മുറിക്കണമെന്ന്. ഹെൽപ്പറുടെ പണി ഒരു വക സമയമൊക്കെ ഈ കല്ല് മുറിക്കല മൂപ്പര പണി. എന്തിനാണ്? ഇതിന്റെ ഇടയിൽ പീസ് ഇട്ട് കൊടുക്കണം. പീസ് ഇട്ട് കൊടുത്തിട്ട് പടുത്താലേ ഇത് ചേർന്ന് നിൽക്കൂ, അപ്പോഴേ പടുത ഈടുള്ളതാകൂ. അതാണ് കെട്ടിടത്തിന്റെ ഉറപ്പ്. മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് പടുത ചേർന്ന് നിൽക്കുന്ന എടുപ്പ് പോലെയാണ്. നിങ്ങൾ അയാളോട്, നമ്മൾ പള്ളിയിൽ ഈ നിസ്കരിക്കാൻ നിൽക്കണ കണ്ട പള്ളിക്കാട്ടിൽ മീസാങ്കല്ല് നിൽക്കണ മാതിരിയാണ്. അടുത്ത് നിൽക്കാൻ ആളുകൾക്ക് മടിയാണ്. അങ്ങനെയല്ല. ഇതിപ്പോ നമ്മൾ ഈ ഒരു ചെറിയ ഗ്രൂപ്പല്ല. ലോകത്തുള്ള കറുത്തവനും വെളുത്തവനും കുറിയവനും നീണ്ടവനും സമ്പന്നനും കുറേശിയും എല്ലാം അവിടെ വന്നിരിക്കുകയാണ്. ഒരു ജാടകളും ഒരു ഇടയാടകളും ഇല്ല. നിങ്ങളൊരൊറ്റ സമൂഹമാണ്, നിങ്ങളൊരൊറ്റ സമൂഹമാണ്, നിങ്ങളൊരൊറ്റ സംഘടനയാണ്, നിങ്ങളൊരൊറ്റ പാർട്ടിയാണ്. നിങ്ങൾക്കൊരു നേതാവുണ്ട്, നിങ്ങൾക്കൊരു ലോക നേതൃത്വവും ഒരു ലോക ഓഫീസും ഒരു ലോക സമ്മേളനവും ഉണ്ട്. അതാണ് ഹജ്ജ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ആ ഹറമിലിരുന്ന് പുണ്യം വർദ്ധിപ്പിക്കുന്നതിലല്ല, ഈ സംഘത്തിലെ അവസാനത്തെ മെമ്പറും പരസ്പരം തിരിച്ചറിയണം. അതുകൊണ്ട് ഇടക്ക് നല്ല മീശേറ്റും വരും ചിലര്, പിന്നെ പറ്റ വെട്ടി അങ്ങനെ സ്ഥിതി മാറ്റിയാൽ ആളെ തിരിയില്ല. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കോ നിലനിർത്തണം. മുടി വെട്ടാൻ പാടില്ല, മുഖം മറക്കാൻ പാടില്ല. നിങ്ങൾ എത്ര പവിത്രതയിൽ മുഖം അവറത്താണെന്ന് ധരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഖം മറക്കാൻ പാടില്ല. തല തുറന്നിട്ട ഒരാളെ തിരിയുന്നത് പോലെ തല മറച്ച ഒരാളെ മനസ്സിലാവില്ല. അതുകൊണ്ട് തല മറക്കാൻ പാടില്ല. ഈ മുസ്ലിം ഉമ്മത്ത് അവർ ഇന്ററാക്ഷൻ ആൻഡ് ഇന്റിഗ്രേഷൻ ഉന്തി തള്ളി തിക്കി തിരക്കി തമ്മിൽ തെറ്റാനല്ല. എന്നോടൊരു സുഹൃത്ത് മുമ്പൊരിക്കൽ പറഞ്ഞു, രണ്ടാളെ പറ്റി പറഞ്ഞു, നാടന്മാർ മനുഷ്യന്മാരാണ്, അവരെ പറ്റി പറഞ്ഞു, അവരാകെ 10 ദിവസം ഒന്നിച്ചുണ്ടായത് എത്തിക്കാഫിന് പള്ളിയിലാണ്. അവിടുന്ന് അവർ അടിച്ചു പിരിഞ്ഞു. നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ പോയിരിക്കണം, എല്ലാവർക്കും ഈ സ്ഥലം തന്നെയാണുള്ളത്, അല്ലാതെ വേറെ സ്ഥലമൊന്നുമില്ല. അറഫ, മീന, മുസ്തലിഫ, ജംറ എല്ലാവർക്കും ഒന്നാണ്. അപ്പോ അവിടെ ഉന്തും തള്ളും ചെയ്യുന്നത് ഉന്തിത്തള്ളി അവനെ തോൽപ്പിക്കാനല്ല, അവനും ഞാനും തമ്മിലുള്ള ആ അടുപ്പം വർദ്ധിപ്പിക്കാനാണ്. ഞങ്ങൾ ഒരൊറ്റ ഉമ്മത്താണ്, ഒരൊറ്റ നേതാവാണ്. ഇബ്രാഹിം هو سماكم المسلمين من قبل وفي هذا ليكون الرسول عليكم شهيدا وتكونوا شهداء على الناس. അപ്പൊ നിങ്ങൾക്ക് ഒരു സംഘടിത ഘടനയുണ്ട്, നിങ്ങൾക്ക് ലോക നേതൃത്വമുണ്ട്, നിങ്ങൾക്ക് ലോക നേതൃത്വത്തിന് ഒരു ലോക കേന്ദ്രം, ഒരു ഓഫീസുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിർവഹിക്കാൻ ഒരൊറ്റ ലക്ഷ്യവുമുണ്ട്. എന്താണ്? ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങൾക്ക് എങ്ങനെ സാക്ഷിയായോ അതുപോലെ നിങ്ങൾ ഈ നാട്ടുകാർക്ക് സാക്ഷിയാവാൻ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. ഇത്രയുള്ള ഒരു കൂട്ടരാണ്. നമ്മളൊരു കല്ലട്ടിയല്ല. ഹജ്ജ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ബോധം, രണ്ടാമത്തെ ബോധം ഈ ഒരു സംഘടിത ബോധവും ഈ ഒരു സാഹോദര്യ വികാരവുമാണ്. മൂന്നാമതൊരു കാര്യം കൂടി ചുരുക്കി പറഞ്ഞ് ഞാൻ നിർത്താം. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മളവിടെ ചെല്ലുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ MI 3 ലക്ഷം 4 നല്ലതൊരു 7-7.5 ലക്ഷം വരും എന്നാണ് എൻ്റെ വിചാരം. കൂടുതൽ കാശ് വാങ്ങാനും മിടുക്കരായ ഏജൻസികൾക്ക് ഹജ്ജിന് ഇത്ര പൈസ ഒന്നും വേണ്ട. അതൊക്കെ ഇതിൻ്റെ ഇടനിലക്കാർ. ഈ വെയ്ക്കോൽ ലോറി പോകണ്ടിട്ടില്ല നിങ്ങൾ? വെയ്ക്കോൽ ലോറി പോകുമ്പോൾ എല്ലാ വെയ്ക്കോലും വീട്ടിൽ എത്തൂല, അത് അവിടെയും ഇവിടെയൊക്കെ കുറേ കുളത്തി അങ്ങനെ പോകും. അതേമാതിരിയുള്ളൊരു പോക്കാണ് നമ്മുടെ കേരളത്തിലെ ഹജ്ജ് ട്രിപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലൊക്കെ വേറെ ഇടപെടേണ്ടതാണ്. ഒരു ഇസ്ലാമിക ഗവൺമെൻറ് ആണെങ്കിൽ ഈ 7.5 ലക്ഷം ഒന്നും വേണ്ട ഹജ്ജിന് പോകാൻ. ഒരു 75,000 ഉറുപ്പിക കൊണ്ട് തീർക്കാവുന്ന കേസാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇരിക്കട്ടെ, അതൊന്നുമല്ല ഇപ്പം വിഷയം. ഇനിയിപ്പോൾ നിങ്ങളത് പറഞ്ഞിട്ട് അവിടെ പോയി ഇങ്ങനെ കല ഉണ്ടാക്കാനൊന്നും പോകണ്ട. അപ്പോഴുള്ള മട്ടത്തിന് പോയാലേ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കേണ്ടി വരും.
അപ്പോൾ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അത്ര രൂപ കൊടുത്തിട്ട് അവിടെ AC ഇല്ല. ഇത് ഞാൻ ഈ ട്രാവൽസുകാർക്ക് വേണ്ടി പറയണതല്ല. അവരൊന്നും എനിക്ക് 5 പൈസ തരുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ അപ്പോൾ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിനൊരു സ്പിരിറ്റ് ഉണ്ട്. ഏതിന്? അവിടെ AC ഇല്ല, ഞങ്ങൾക്ക് ആ ഭക്ഷണം കിട്ടിയില്ല, അല്ലെങ്കിൽ അവിടെ പോയി ആകെ തിരക്ക്, ഇങ്ങനെ ഇത് പരാതി. വല്ലദീന തബവ്വ ഉദ്ധാറ, സമയം ചുരുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കടന്നത്. വല്ലദീന തബവ്വ ഉദ്ധാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂക ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരെ പറ്റിയാ ഈ പറയണത്? അൻസാറുകളും മുഹാജിറുകളും. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനയിലെ നേരത്തെ കാലത്തെ അവിടെ ഇടം പിടിച്ച് അവരിലേക്ക് കടന്നു വരുന്നവരെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ സർവാത്മന സന്നദ്ധരായവർ, അവരാണ് അൻസാറുകൾ. റസൂലുള്ളാഹിയുടെ വലിയ ലക്ഷ്യം നേടാൻ വേണ്ടി മക്ക വിടുക എന്നത് ഒരു ഇടക്കാല ലക്ഷ്യമായി സ്വീകരിച്ച, സ്ട്രാറ്റജിയായി സ്വീകരിച്ച മുഹാജിറുകൾ. അപ്പൊ ഈ മക്കയിൽ ഒരു സംഘം, ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് നാട്ടിലൂടെ ഒരു പ്രളയണ്ടായിട്ട് നമ്മളെ വീട്ടിലേക്ക് ഒരു കൂട്ടർ ഒരു 2 കുടുംബം വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സെന്തായിരിക്കും? ഇപ്പൊ പടച്ചോൻ ഇനിയിപ്പോൾ പണ്ടാറടക്കാൻ ഇങ്ങനെ പോലും വരുമോ? ഓല് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ ഓൽക്ക് ഇവിടെ കൊടുക്കാം. ഓല് നമ്മളെ വാഷിംഗ് മെഷീനിൽ അലക്കോന്നാവും, ഓല് നമ്മളെ ഫ്രിഡ്ജിൽ സാധനം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് വൈഫൈ അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരുമോ? ഒരുപാട് ചെറുതും വലുതായ പ്രശ്നം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മക്കയിൽ നിന്ന് റസൂലുള്ളാഹിയുടെ പിന്നിൽ അടിയുറച്ച് നിന്നതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട് ത്യജിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ, നിർബന്ധിതാവസ്ഥയിൽ ഗത്യന്തരമില്ലാതെ ഓടി രക്ഷപ്പെട്ടതല്ല, തീരുമാനാനുസൃതം പുറപ്പെട്ട ആളുകൾ. അവരെ പറ്റി അള്ളാഹ് പറയാണ്. എന്താ പറയണത്? വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. ഈ വരുന്ന സംഘത്തിന് നൽകപ്പെട്ട ഒന്നിലും ഇവർക്കൊരു നോട്ടമില്ല. നിങ്ങൾക്ക് മനസ്സിലായാ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് വന്ന ഈ കൂട്ടത്തിൽ നല്ല സുന്ദരി ഒരു ഫാമിലി, ആ ഫാമിലിക്ക് ആര് അക്കോമഡേഷൻ കൊടുക്കും? റസൂലുള്ള ചോദിക്കണം. അപ്പൊ സഹാബിമാരിങ്ങനെ നോക്കുമ്പോൾ ഏതാ ഫാമിലി? നല്ലൊരു ചുരുക്കുള്ള പെണ്ണുണ്ടല്ലോ, എന്നാ പിന്നെ സാഹചര്യം ശരിയാകുമ്പോൾ ഓളെ നമുക്ക് കെട്ടാം, ആ കുടുംബത്തെ ഞാൻ സ്വീകരിച്ചോളാം. വേറൊരു ഫാമിലി, ആ ഫാമിലി അപ്പൊ നോക്കുമ്പോൾ മക്കയിലെ അറിയപ്പെട്ട കച്ചവടക്കാരനാണ് അതിലെ ആ കുടുംബനാഥൻ, ആ ഫാമിലിക്ക് ഞാൻ അക്കോമഡേഷൻ കൊടുക്കാൻ. പിന്നെ നോക്കുമ്പോൾ വേറൊരു ഫാമിലി, അപ്പൊ സുമുഖനായ ഒരു ചെറുപ്പക്കാരനുള്ള കുടുംബമാണ്, എന്റെ മോളെ കെട്ടിക്കാലെന്ന ആ ഫാമിലിക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാവൂലേ? നമുക്കൊക്കെ മനുഷ്യർക്ക് ഉണ്ടാവുമല്ലോ. അതിനെപ്പറ്റി ആരാ പറയണത്? ചരിത്രകാരന്മാരല്ല, അള്ളാഹ് പറയണം. എന്താ പറയണത്? വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. അവർക്ക് മദീനയിലേക്ക് വന്ന ആളുകൾക്ക് നൽകപ്പെട്ട ഒന്നിലും ഇവർക്കൊരു നോട്ടമില്ല. പ്ലസ് അതിന്റെ പുറമെ എന്ത്? ഇവരുടെ കയ്യിലുള്ളത് എന്തും അവർക്ക് കൊടുക്കാൻ സന്നദ്ധമാണ്. ഇവരുടെ പാദസ്പർശമേറ്റ സ്ഥലത്ത് പോയിട്ടാണ് എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സ്വയം കൊച്ചാവാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ ഇതിന്റെ ഒക്കെ അസിൽ ഇതൊന്നുമല്ല. ഇതിന്റെ ഒക്കെ അസില് കൊടുക്കാനുള്ള, മറ്റുള്ളവന് മുൻഗണന നൽകാനുള്ള. ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ഓൻ എൻ്റെ മുന്നിലുണ്ട് കയറിയ എനിക്ക് ഓനോടൊരു പകയാണ്. പിന്നെ എവിടെയെങ്കിലും വെച്ച് ഓനൊന്നും മറിച്ച് കയറിയിട്ടല്ലാതെ സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനല്ല, അവൻ എൻ്റെ സഹോദരനാണ്. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതഅലീമൻ വതക്രീമൻ വമഹാബത്തൻ വബിറൻ. അല്ലാഹുമ്മ സിദ് മൻ ശറഫഹു വകറമഹു മിമ്മൻ ഹജ്ജഹു വ ഇഅ്തമറഹു തശ്രീഫൻ വതക്രീമൻ വബിറൻ എന്നൊരു ദുആ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഹറമിനെ ബഹുമാനിച്ചവർക്ക്, ഈ കിബിലയെ ആദരിച്ചവർക്ക്, ഹജ്ജിനും ഉംറക്കും വന്നിട്ട് ഈ പുണ്യപ്രദേശങ്ങളുടെ പുണ്യത കാത്തു സൂക്ഷിച്ചവർക്ക് നീ പവിത്രത നൽകണം, പുണ്യം നൽകണം, മഹത്വം നൽകണം എന്നേ നമ്മൾ ദ്വാരക്കുന്നുള്ളൂ. ഈ ഹാജിമാരൊക്കെ അങ്ങനെ ദ്വാരക്കുന്നുണ്ട്. നമ്മൾ അവിടെ ചെന്ന് സ്വയം ചെറുതാവുകയല്ല, നമ്മൾ ഈ സംഘത്തിലെ ഓരോരുത്തരും മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സംസ്കാരം ശീലിക്കണം. അതാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര, സാഹോദര്യ ബന്ധത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. അതിലെ ചില വശങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ആശയങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കണം. ഈ ജീവിതത്തെ മാറ്റിപ്പണിയുക എന്നതിൻ്റെ താല്പര്യം എന്ത് എന്നത് മനസ്സിലാക്കാനാണ് ലേശം ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും അതിൻ്റെ ചൈതന്യത്തോടെ നിർവഹിച്ച്
ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും മനസാന്നിധ്യത്തോടെയും ഒരു പുതിയ വിശ്വാസിയുടെ എല്ലാ ലക്ഷണങ്ങളും സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വരാൻ. അപ്പോഴാണ് ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് എന്ന് ബഹുമാന്യനായ MI പറഞ്ഞതുപോലെ നമുക്കാവാൻ സാധിക്കുന്നത്. തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.